ശ്രീ പാണ്ഡ്യാല ഷാജി, നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ സരിത്തിന്റെയും സ്വപ്നയുടെയും വാക്കുകൾ താങ്കൾ കേട്ട് കാണുമല്ലോ. ഇവരെ കേരളത്തിൽ നിന്നും കർണാടകയിലേക്കും തുടർന്ന് അവിടെ നിന്നും സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്കും മാറ്റാനുള്ള ശ്രമങ്ങളിൽ ഇപ്പോഴത്തെ ADGP ആയിരുന്ന MR അജിത് കുമാർ നിർണായക പങ്ക് വഹിച്ചിരുന്നു. അദ്ദേഹം ഈ വിവരങ്ങളൊക്കെ അല്ലെങ്കിൽ ഏതു വഴിയാണ് ഇവർ പോകേണ്ടത് എന്നുള്ളതൊക്കെ ശിവശങ്കർ മുഖേന ഇവരെ അറിയിച്ചിരുന്നു എന്നാണ് സരിത്തും സ്വപ്നയും പറയുന്നത്. MR അജിത് കുമാറിന്റെ പങ്ക് ഇതിൽ എത്രത്തോളം നിർണായകമാണ് എന്നുള്ളത് തുടക്കം മുതൽ അപ്പോൾ മുതൽ തന്നെ നമുക്ക് വ്യക്തമാവുകയല്ലേ? മാഡം, ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം സത്യത്തിൽ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതിൽ സങ്കടം വരികയാണ്. ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം കറിവേപ്പിലെ പോലെ തള്ളിക്കളയുക. അവസാനം പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്കവരെ അറിയില്ല എന്ന് നിയമസഭക്കകത്ത് വെച്ച് ഒരു കള്ളം പറയുക. അത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു 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 കഴപ്പണം കെട്ട മനുഷ്യനാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി. ഇദ്ദേഹത്തെയാണ് നമ്മൾ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിനകത്ത് വന്നിട്ട് ഇവിടെ പറഞ്ഞത് പലർക്കും അയാൾ ബഹുമാനപ്പെട്ടതായിരിക്കാം, എനിക്ക് അയാൾ ബഹുമാനപ്പെട്ടവനല്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തായി ഇന്നലെ മിനിഞ്ഞാന്ന് MP ഗോവിന്ദൻ നടത്തിയിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ സുപ്രധാനമായ 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്താണ് ശരിക്ക്? അത് ഗവൺമെന്റും സംവിധാനവുമായി മാത്രം ബന്ധപ്പെട്ടതാണ്, പാർട്ടിയുമായി ബന്ധപ്പെട്ടതല്ല. രണ്ടാമത്തെ വിഷയം വന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട വിഷയവും എന്താണ്? അതും ഭരണപരമായ വീഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, അല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം അന്വേഷിക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്വമല്ല, മറിച്ച് ആരുടേതാണ്? അത് ഭരണപരമായ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. അതിന് ഒരു 7 അംഗ ഒരു പോലീസിന്റെ ഒരു സൈന്യത്തെ സർവ്വസൈന്യാധിപരായ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന DGPയെ അതിന്റെ തലവനായി നിശ്ചയിച്ചൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. 1 മാസത്തിനകം റിപ്പോർട്ട് വരും. അതിനുശേഷം നമുക്ക് ആലോചിക്കാവുന്നതാണ്. നാം തിരിച്ചറിയാതെ പോകുന്നതും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തന്നെ, കേരളത്തിലെ 3.25 കോടി മലയാളികൾ മുഴുവൻ തന്നെ കേരളം എന്ന് പറയുന്നത് മന്ദബുദ്ധികളുടെ സംസ്ഥാനമാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന യോഗ്യന്മാരാണോ ഈ ഗോവിന്ദനും ഈ കാട്ടുകള്ളൻ മുഖ്യമന്ത്രിയും? ആണോ? അങ്ങനെയാണോ നാം ധരിക്കേണ്ടത്? ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണ് ശരിക്ക്? കേരളത്തെ ഇത്രമാത്രം ഒരു വലിയ മാഫിയ ഗാങ്സ്റ്ററിസത്തിലേക്ക് കൊണ്ടുപോയി സമ്പൂർണ്ണമായി നശിപ്പിച്ച് നാറാണ് കല്ല് ഉറപ്പിച്ച് ഇതിൽ അന്വേഷണം വരുമ്പോൾ ആർക്കെതിരെ അന്വേഷണം വരണം? ഞാൻ പ്രൈമാ ഫേഴ്സി ഇതിനകത്ത് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കേസെടുക്കേണ്ടത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെ കേസെടുത്ത് രജിസ്റ്റർ ചെയ്യണം. ഇവർ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ഈ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ഇതെന്താണ് എന്ന്, ഇതിന്റെ വസ്തുത എന്താണ് എന്ന് കേരളവും ലോകവും അറിയാൻ പോകുന്നുള്ളൂ. ഇല്ലാതെ കാലത്തോളം ഈ MR അജിത് കുമാർ ഗോവിന്ദൻ ഇതേപോലെയുള്ള കുറെ ആളുകൾ പറഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യുന്ന നിങ്ങൾ ഈ മുഖ്യമന്ത്രി ഈ MR അജിത് കുമാറിനെ പെരുവഴിയിൽ തള്ളൂ. അയാൾക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഇതിന്റെ ഭാഗമായി വരുമെന്നുള്ള ചിത്രം പൂർണ്ണമായി രൂപപ്പെട്ട് വരുമ്പോൾ അദ്ദേഹം പറയും എനിക്ക് ഇയാളെ അറിയില്ല എന്ന് പറയും. അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനിയാണ് ഇപ്പോൾ തേരാപ്പാരയല്ലെങ്കിൽ പോലും നടക്കുന്ന മിസ്റ്റർ ശിവശങ്കർ. ഇങ്ങനെ ഈ കഴിഞ്ഞ 8 വർഷക്കാലത്തെ മന്ത്രിസഭയുടെ ചരിത്രത്തിൽ ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്നത് മുഴുവൻ എന്താണെന്ന് പറഞ്ഞാൽ ജനദ്രോഹം എന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ പരസ്പരം വിശ്വസിക്കാനുള്ള സാധ്യതയെ നിരാകരിക്കുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, ഞാനിപ്പോ സുപ്രിയ സുരേഷ് അപ്പുറത്ത് കേൾക്കുന്നുണ്ടാവുമല്ലോ. ആ സുപ്രിയ സുരേഷും ശിവശങ്കറും തമ്മിലുള്ള ഒരു ബന്ധത്തെ എത്ര ഹീനമായാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ മഹാഭാവി ദുരുപയോഗം ചെയ്തത്, അല്ലേ? അവസാനം എന്ത് ചെയ്തു? അവസാനം അവരെ കൊണ്ട് തന്നെ ഇവരെ ബലിയാടാക്കിപ്പിക്കുക, നാഗാലാൻഡിൽ കൊണ്ടുപോയി കൊല്ലിപ്പിക്കുക. ആലോചിക്കുക, നിങ്ങൾ എത്രമാത്രം ഇൻഹ്യൂമനായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയാൻ, അയാളെ ബഹുമാനപ്പെടുത്താൻ തെണ്ടിക്കടോ സാധ്യമാവുക? ഞാൻ തെണ്ടി എന്ന വാക്ക് ഉപയോഗിച്ച് ക്ഷമിക്കുക. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വാസ്തവത്തിൽ കേരളത്തിൽ ഇത്ര ക്രൂരമായി മനുഷ്യരെ മുഴുവൻ തന്നെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുക. എന്നിട്ട് ഇവരെന്ത് ചെയ്യുക? ഇവരെല്ലാം തന്നെ അത് പാർട്ടി അന്വേഷിക്കും, മറ്റേത് പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ല, പരാതിയിൽ പേര് വന്നിട്ടില്ല, പരാതിയിൽ പേര് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊന്നും മാത്രമേ ഉള്ളൂ. ഈ കേരളത്തിനകത്ത് നിങ്ങൾ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ടാവും അതാണ് എനിക്ക് തോന്നുന്നത്. ഷാർജ ഭരണാധികാരിയെ ക്ലിഫ് ഹൗസിലേക്ക് റീറൂട്ട് ചെയ്തിട്ടാണ് സുപ്രിയ സുരേഷ് കൊണ്ടുപോയത് എന്ന് വാർത്താ സമ്മേളനത്തിൽ അവർ തന്നെയാണ് പറഞ്ഞത്. ഈ ഒരൊറ്റ സംഭവത്തിന്റെ മേലെ ഒരു ചോദ്യം വരുന്നില്ലേ? എന്തിനായിരുന്നു, ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ റീറൂട്ടിംഗ്? ഈ റീറൂട്ടിങ്ങിന്റെ മറ്റൊരു വേർഷനാണ് ഇവിടെ വന്നത്. ഈ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് മഹാരാഷ്ട്ര വഴി നാഗാലാൻഡിൽ കൊണ്ടുപോയി അവസാനിപ്പിച്ചു കളയുക. അവിടെ എന്ത് അവസാനിപ്പിക്കുകയാണ്? കേസ് അവസാനിക്കുകയാണ്. ആര് രക്ഷപ്പെടുത്താനാണ് ഈ സാധനം? ഈ മുഖ്യമന്ത്രി എന്ന പെരുങ്കള്ളനെയും കുടുംബത്തെ രക്ഷപ്പെടുത്താനല്ലേ? നാണമില്ലാതെ അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ ഇവരുടെ പ്രിൻസസിനോടെന്ന് പറഞ്ഞത്?
ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്നത്ര പൊന്നു തരാമെന്നല്ലേ കെ.എം. ഷാജഹാൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞ പോലെയാണ് ഐ വിൽ ഷവർ യു എന്നാണ് ഈ പ്രിൻസസ് അദ്ദേഹത്തോട് പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇത്രമാത്രം അധമത്വപൂർണമായ ഒരു ഏർപ്പാട് നടത്തിയിട്ട് ഒരാളെ നിങ്ങളുടെ ജോലിക്ക് വരുന്ന ആളെ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തിനാണ്? ഇദ്ദേഹത്തിന്റെ മകൾക്ക് കമ്പനി തുടങ്ങാൻ എവിടെ? ഷാർജയിൽ അല്ലേ? അത് ആരുടെ രാജകൊട്ടാരത്തിന്റെ വകുപ്പിൽ ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ആരാണെന്ന് ഒരാൾ പോലും ഒരാൾ അത് അറിയാൻ പോകുന്നില്ല. അതിനത്ര ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ആരും അന്വേഷിക്കാൻ പോകുന്നില്ല. ഇത്ര ഹീനമായ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുക, അതിന് എല്ലാ ഒത്താശയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു M.R. അജിത്കുമാർ എന്ന പേരിലുള്ള ഒരു ADGP-യും സത്യത്തിൽ ഈ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ മനുഷ്യരിൽ നകറ്റുകയും നീതിയുടെ പക്ഷത്ത് നകറ്റുകയും പൊതുജനങ്ങളിൽ നകറ്റുകയും സർവമാന വൃത്തികേടുകളുടെയും കൂത്തരങ്ങാക്കി മാറ്റിയ ഈ മുഖ്യമന്ത്രിയുടെ മകളെയും അവിടെ അനുചര ബന്ധങ്ങളെയുമാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. സെൻട്രൽ ഗവൺമെന്റ് കേസെടുത്ത് അന്വേഷിച്ച് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ഇല്ല, ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ അയാളെ. അങ്ങനെ ചോദ്യം ചെയ്യാവുന്ന അവസ്ഥ വന്നാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ എന്താവുക എന്നറിയോ? കേരളത്തിലെ ജനങ്ങൾ ആർത്ത് സന്തോഷിക്കുന്ന ചിത്രം ഉണ്ടാവുക. ഇല്ലെങ്കിൽ നിലവിളികളും കരച്ചിലും മാത്രമായിട്ട് ഇത് അസ്തമിച്ചു പോവുകയാണ്. ഒറ്റൊരു പോയിന്റ് കൂടി ഞാൻ പറയാം. ഒറ്റൊരു പോയിന്റ് കൂടി. ഈ മനുഷ്യൻ വന്നപ്പോൾ ഈ മനുഷ്യൻ എന്താണ് ചെയ്തു വെച്ചത്? പാർട്ടി ഇയാളുടെ കയ്യിലാണ്, ഗവൺമെന്റ് ഇയാളുടെ കയ്യിലാണ്, എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ പോരാ പത്രവും ഇത് മുഴുവൻ കയ്യിൽ വെച്ചിട്ട് വിരാട് പുരുഷൻ അരങ്ങ് തകർക്കുമ്പോ ഇവിടെ ചോദിക്കാനും പറയാനും ഒരാളില്ലാത്ത ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കുക. ഇവിടെയാണ് സുപ്രിയ സുരേഷിന്റെ നെഞ്ചു കീറിയുള്ള ഈ പറച്ചലിടോ, ആ പറച്ചൽ കേരളത്തിലെ ഏറ്റവും മൂർച്ചയുള്ള ആയുധമായി മാറുന്നത്. ഇതാണ് എനിക്ക് ഇപ്പൊ പറയാനുള്ളത്.